ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, ഇഫ് യു വിൻ ദ മോർണിംഗ് യു വിൻ ദ ഡേ. നമ്മൾ മോർണിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഡേയും നമുക്ക് അതിലും പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പറയുന്നത് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിലും പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ മോർണിംഗിൽ നിങ്ങൾ ലേസി ആയിട്ടാണ് എണീക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് എണീറ്റ് അല്ലെങ്കിൽ 11 മണിക്ക് എണീറ്റ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണതിന് പകരം രാവിലത്തെ ഫുഡും കഴിച്ച് ഫോണും നോക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്കി ഡേയും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആകാണ്ട് ലേസി രീതിയിലേക്ക് പോകും. എന്നിട്ട് ആ ഒരു രാത്രി ആകുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിൽ ഇന്നത്തെ ദിവസം കളഞ്ഞതിന് ആ ഒരു റിഗ്രറ്റ് ഫീൽ നമുക്ക് വരും. ഇതാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ രാവിലെ എന്താണോ ചെയ്യുന്നത് അത് ഡബിൾ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക. പിന്നെ ത്രൂ ഔട്ട് ദി ഡേയും നോക്കുക, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റീവ് ആയിക്കോളും. സോ ഹേ ഓൾ, ഇത് എപ്പിസോഡ് 3 ആണ്. നമ്മളൊരു 2 എപ്പിസോഡ് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ ഫസ്റ്റ് തന്നെ മോർണിംഗ് റൊട്ടീൻ അതിൻ്റെ ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് ബുക്ക് റീഡിംഗ് ആണ് വരുന്നത്. ഈ ബുക്ക് ഞാൻ കഴിഞ്ഞിട്ടില്ല, 48 Hours of Power. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡീസ് കുറച്ച് നോക്കാനുണ്ട്. സ്റ്റഡീസ് ഞാൻ രാവിലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ഈ ഒരു സ്റ്റഡീസ് അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ടാസ്കുകൾ എനിക്ക് ചെയ്യാം. രാവിലെ തന്നെ ഈ ഒരു 2 മണിക്കൂർ ആ സമയം സ്റ്റഡീസ് മാക്സിമം നോക്കി വിട്ടാൽ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് നോക്കണമെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് വേറെ എന്താ ചെയ്യാം. സോ രാവിലെ തന്നെ ആ ഒരു ഫ്രഷ് മൂഡിൽ തന്നെ നമ്മൾ സ്റ്റഡീസ് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള ആക്ടിവിറ്റീസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും. സോ രാവിലെ ചെയ്യാനുള്ള ടാസ്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടി ചെറിയൊരു സൈക്ലിങ്ങിന് പോകുമ്പോഴാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും വേണ്ടത് ഇൻസ്റ്റൻറ്റ് സക്സസ് ആണ്. ആർക്കും കഷ്ടപ്പെട്ട് സക്സസ്സിലേക്ക് പോകണ്ട. എല്ലാവർക്കും വേണ്ടത് ക്വിക്കായിട്ടുള്ള സക്സസ് ആണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആണ്. ഞാൻ ഒരു ട്രൂത്ത് പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിലൊരു 50% കമ്പാരിസൺ നടക്കാനുള്ള മെയിൻ കാരണം സോഷ്യൽ മീഡിയ ആണ്. ഇത് ഞാൻ എവിടെ കൊണ്ട് വെറുതെ പറഞ്ഞ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു 2 മാസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം ഗെയിൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം ഗെയിൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഡേ ബൈ ഡേ എന്തായാലും ഞാൻ ഇമ്പ്രൂവ് ആണെന്നുള്ളത് തൊട്ട് വരും. സോ നമ്മൾ ആ ഒരു ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യണേ. സോ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളിത് കാണുന്നത്, ഞാൻ 1 മാസമായിട്ടുള്ള ഒരാളുടെ റീൽ കാണുന്നത്, ഞാൻ 1 മാസമായിട്ടുള്ള ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ലൊരു ഈ ലെവലിലെ ഫിസിക്ക് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം നമ്മൾ കാണും. സോ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസമായി, പക്ഷെ നമുക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിൽ 1 മാസം കൊണ്ട് അവൻ ഈ ഒരു ഫിസിക്ക് ബിൽഡ് ചെയ്തെടുത്ത്, പക്ഷെ ഞാൻ 3 മാസമായിട്ട് എനിക്ക് അതിൻ്റെ പകുതി പോലും ഇല്ലല്ലോ എന്നൊരു തോട്ട് വരും. സോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പാരിസൺ മോഡിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ വരും. സെൽഫ് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ജിമ്മിൽ പോകാൻ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ അവിടെ വെച്ച് ഡൗൺ ആവും. സോ ഇതാണ് സത്യം പറഞ്ഞാൽ ഡാർക്ക് ട്രൂത്ത് എന്ന് പറയാം. കാരണം ഇത് കുറേ പേര് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഒരു 50% കമ്പാരിസണും ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് വേണ്ടത്. സോ ഇത് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ആ ഒരു കമ്പാരിസൺ എടുത്ത് മാറ്റിയാൽ പോരെ, നമുക്ക് പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കത് മാറ്റില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം നമ്മളൊരു വ്യക്തിയെ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ സെൽഫും ആ ഒരു വ്യക്തിയുടെ സെൽഫും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. സോ അങ്ങനെ കമ്പാരിസണിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ഫിസിക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞത്. എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. ഒരു 1 ഇയർ പ്ലസ് 1 മന്ത് കൂടി ആയിട്ടുണ്ട്. സോ ഇത്ര നാളെ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. സോ ഇത്ര നാളായിട്ടും എൻ്റെ ഒരു ദിവസം പോലും ഞാൻ വർക്കൗട്ട് എന്ന കാര്യം ഞാൻ മുടക്കിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്താലും അത് ഞാൻ മാക്സിമം അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് വർക്കൗട്ട് ആയാലും വേറെ ബുക്ക് റീഡിങ് ആയാലും സ്റ്റഡീസ് ആയാലും വേറെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തെങ്കിലും വിടാൻ ശ്രമിക്കും. ഇപ്പോൾ എന്ത് വയ്യാണ്ട് കിടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ജസ്റ്റ് ഒരു പുഷപ്പ് അല്ലെങ്കിൽ 2 പുഷപ്പെങ്കിലും ഞാൻ മാക്സിമം അടിക്കാൻ നോക്കും. കാരണം അല്ലെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് മോഡിലേക്ക് വരും. കാരണം നമ്മൾ ഇത്രയും നാളെ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മളത് ചെയ്യാണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു എൻറ്റയർ ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ നമ്മൾ ഫെയിലായുള്ള തോട്ട് നമുക്ക് വരും. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു വർക്കൗട്ട് കാരണം. അതിപ്പോൾ ജിമ്മിൽ പോയില്ലെങ്കിൽ ഞാൻ ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ടാണ് ഞാൻ വർക്കൗട്ട് എല്ലാം ചെയ്യാറുള്ളത്.
ഇനിയുള്ള പരിപാടി നമുക്ക് ഇന്നത്തെ പ്ലാൻ റെഡിയാക്കാനുണ്ട്, അതായത് പ്ലാൻ ഫോർ ദി ഡേ നമുക്ക് റെഡിയാക്കാനുണ്ട്. കാരണം ഡെയിലി ഞാൻ പ്ലാൻ ഫോർ ദി ഡേ റെഡിയാക്കാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ ലൈഫിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു ടാസ്കുകളെല്ലാം എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ നമ്മൾ ആ ഒരു ഡേ ഫുള്ള് വർക്ക് ചെയ്യും. സോ അങ്ങനെ ആ ഒരു എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ ഒരു ടാസ്കുകൾ ഫിനിഷ് ചെയ്യാനും പറ്റും. സോ ഇനി അതിനുള്ള പരിപാടി നോക്കണം. സോ ലെറ്റ്സ് ഗോ. സോ അപ്പോൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുപോലെ ആയിരിക്കും ഇന്ന് എൻ്റെ കാര്യങ്ങൾ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ള പരിപാടി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. സോ ഇനിയുള്ള പരിപാടി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ട്, യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ട്. സോ അതിനുള്ള പണി ഇനി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഇതൊരു 2 മണിക്കൂറത്തെ വർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ജിമ്മിലേക്ക് പോവും. പിന്നെ അവിടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇന്നത്തെ ഡേ കഴിയും. സോ എന്തായാലും ഇതൊന്ന് തീർത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവാം. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്നത് സോഫ്റ്റ് ബോക്സിൻ്റെയാണ്. ഇനിയുള്ള പരിപാടി നമുക്കിനി ഒരു 5:30 ആകുമ്പോൾ ജിമ്മിലേക്ക് പോകണം. പിന്നെ ജിമ്മിലെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നൈറ്റ് ആവും. സോ ഇനി അതാണ് അടുത്ത പരിപാടി. സോ അങ്ങനെ ഡേ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡേ 4 ഉടനെ ഇടണം. ഇപ്പോൾ ടൈം ഏകദേശം 9:11 ആയിട്ടുണ്ട്. ഒരു 1 hour ആയിട്ടുണ്ട് ജിമ്മിൽ നിന്ന് വന്നിട്ട്. ഇനിയുള്ള പരിപാടി ഫുഡ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക, അതുമാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം ചെയ്യേണ്ട ടാസ്കുകളെല്ലാം ചെയ്തിട്ട് തീർത്തിട്ടുണ്ട്. വീഡിയോസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ എന്തായാലും നാളെ ചെയ്യുള്ളൂ ഇനി. സോ ഇനി എന്തായാലും കിടക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നാളെ ആയിരിക്കും. സോ എന്തായാലും എപ്പിസോഡ് 4 ഉടനെ ഉണ്ടാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി കണ്ടൻറ്റ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം എനിക്കറിയാം കണ്ടൻറ്റ് കുറവാന്നുള്ള കാര്യം. സോ അത് മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. ഡേ ബൈ ഡേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. സോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.